ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു. ശവകുടീരത്തിൻ്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. ക്രിസ്തുവിൽ എത്രയും സ്നേഹമുള്ളവരെ, ഉയർപ്പ് തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ വചന വിചിന്തനത്തിനായി നാം സ്വീകരിക്കുമ്പോൾ ശൂന്യമായ കല്ലറ സന്ദർശിച്ച 3 ശിഷ്യരുടെ അനുഭവങ്ങളും പ്രതികരണവുമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. മഗ്ദലന മറിയവും ശിമിയോൻ പത്രോസും യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യനുമാണ് ഈ 3 പേർ. അതിനെ തുടർന്ന് തോട്ടത്തിൽ വെച്ച് ഉദിതൻ മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്ന സംഭവവും വിവരിക്കപ്പെടുന്നു. ഒന്നാമതായിട്ട് യേശുവിൻ്റെ കുരിശിനരികെ മഗ്ദലന മറിയം നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് വചനം പറയുന്നുണ്ട്. മരണവും സംസ്കാരവും കഴിഞ്ഞതിന് ശേഷവും അവൾ അവൻ്റെ സമീപത്തേക്ക് ആദ്യം ഓടിയെത്തുന്നു. അതാണ് സ്നേഹത്തിൻ്റെ രീതി. മരിച്ചു കഴിഞ്ഞിട്ടും വിട്ടുപേക്ഷിച്ചു പോരുവാനായിട്ട് തോന്നുന്നില്ല. മരിച്ചാലും മറക്കാനാവുന്നില്ല. അങ്ങനെ മരണത്തിൽ കൂട്ടുനിന്നവർക്കും മരണശേഷവും ഉപേക്ഷിക്കാതെ നിൽക്കുകയും ചെയ്ത മറിയത്തിനാണ് ആദ്യം യേശു പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഉദ്ധിതനെ കണ്ടുമുട്ടാനും ഉദ്ധിതനിൽ പങ്കാളിയാകാനുമുള്ള മാർഗവും ഇതാണ്. മരണത്തിലേക്കും സംസ്കാരത്തിലേക്കും അതിനപ്പുറത്തേക്കും നീളുന്ന സ്നേഹബന്ധങ്ങൾ വളർത്തിയെടുക്കുക നമുക്ക് ആവശ്യമാണ്. ശവക്കല്ലറയ്ക്ക് അപ്പുറത്തേക്കും നിന്റെ സ്നേഹബന്ധങ്ങളെ നീ വളർത്തിയെടുക്കുക. എങ്കിൽ ഉദ്ധിതനെ നിനക്ക് കണ്ടുമുട്ടാനാകും. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് മറിയവും 2 ശിഷ്യന്മാരും ഉദ്ധാന വിവരണത്തിൻ്റെ പ്രധാന കഥാപാത്രങ്ങളാണ്. 3 പേരും യേശുവിന് പ്രിയപ്പെട്ടവരായിരുന്നു. എന്നാലും യേശുവിനോടുള്ള ഇവരുടെ പ്രതികരണ രീതികൾ വ്യത്യസ്തമുണ്ടായിരുന്നു. മഗ്ദലന മറിയം പറയുമ്പോഴാണ് 2 ശിഷ്യരും ശവകുടീരത്തിലേക്ക് ഓടിയെത്തുക. അതുപോലെ ശൂന്യമായ കല്ലറ കണ്ട് കഴിയുമ്പോൾ അവർ മടങ്ങിപ്പോവുകയും ചെയ്തു. എന്നാൽ മറിയത്തിൻ്റെ പ്രതികരണം ഇതിന് നേരെ വിപരീതമായിരുന്നു. ആരുടെയും പ്രേരണയില്ലാതെ സ്വമേധയ അവൾ കല്ലറയിലേക്ക് വരുന്നു. കല്ലറ ശൂന്യമാണെന്നറിഞ്ഞിട്ടും അവൾ കല്ലറ വിട്ടു പോകുന്നില്ല. യേശുവുമായുള്ള അവളുടെ ആത്മബന്ധമാണ് ഇതിന് രണ്ടിനും കാരണമാകുക. കല്ലറയിലേക്ക് അതിരാവിലെ ആദ്യം വരാനും വന്നവരെല്ലാം പോയിട്ടും കല്ലറ വിട്ടുപോകാതിരിക്കുന്നതിനും അവളെ പ്രേരിപ്പിക്കുന്നത് ഈ ആത്മബന്ധമാണ്. നിന്റെ ഹൃദയത്തിൻ്റെ ചേതനകളെ നീ തിരിച്ചറിയണം. അതിനനുസരിച്ച് നിന്റെ ജീവിതത്തെ നീ ക്രമീകരിക്കണം. അപ്പോഴാണ് ഉദ്ധിതൻ്റെ സാന്നിധ്യവും ദൈവ സാന്നിധ്യവും അനുഭവിക്കുവാനായിട്ട് നമുക്കാകുക. അപ്പോഴാണ് മറ്റുള്ളവരെയും ആ സാന്നിധ്യത്തിലേക്ക് നമുക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ടാമതായിട്ട് ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം കല്ലറയിലേക്ക് എത്തുന്നു എന്ന് 20-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഏറ്റവും ആദ്യം എത്തണമെന്നത് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. ആദ്യം എത്തുക താനായിരിക്കുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നത് കണ്ടപ്പോഴാണ് തനിക്ക് മുമ്പേ മറ്റാരോ ഉണ്ട് എന്ന് അവൾക്ക് മനസ്സിലാകുന്നത്. നിനക്ക് മുമ്പേ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുകയാണ്. അപ്പോൾ ശവകുടീരത്തിൽ നിത്യജീവൻ ആരംഭിക്കുന്നതിന് നിനക്ക് അനുഭവിക്കുവാനാകും. നിന്റെ ഓടുകളെല്ലാം അദ്ദേഹം മാറ്റി തുടക്കങ്ങളാക്കി മാറ്റുവാനായിട്ട് സാധിക്കും. എന്നാൽ യേശുവിൻ്റെ ശരീരം ശത്രുക്കൾ എടുത്തുകൊണ്ടുപോയെന്ന് മറിയം ധരിച്ചത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ദൈവീക പ്രവർത്തനത്തിൻ്റെ ഫലമായ പുനരുദ്ധാനമാണ്. ശത്രുക്കളുടെ പ്രവർത്തനമായി നീ കാണുന്നവ പലതും യഥാർത്ഥത്തിൽ അങ്ങനെയാകണമെന്നില്ല, മറിച്ച് ദൈവീക പ്രവർത്തനമാകാം. അത് തിരിച്ചറിയണമെങ്കിൽ കല്ലറയിൽ നിന്ന് നീ മടങ്ങിപ്പോകാതിരിക്കണം.
നിർബന്ധ ബുദ്ധിയോടെ അന്വേഷിക്കണം. നിന്റെ പരാജയങ്ങളിലും നഷ്ടപ്പെടലുകളിലും തകർന്ന മനസ്സോടെ നീ പിൻവാങ്ങാതിരിക്കുക. എങ്കിൽ ദൈവീക പ്രവർത്തനം നിനക്ക് തിരിച്ചറിയാനാകും. ഉദ്ധിതനെ നിനക്ക് തീർച്ചയായിട്ടും കാണാനാകും. കല്ലറയ്ക്കുള്ളിൽ മൂന്നാമതായിട്ട് നമ്മൾ കാണുക, കല്ലറയ്ക്കുള്ളിൽ പ്രവേശിക്കുന്ന ശിഷ്യൻ കാണുന്നത് കച്ചയും തൂവാലയുമാണ്. അത് കണ്ടപ്പോൾ അവൻ വിശ്വസിക്കു. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് കല്ലറയ്ക്കുള്ളിൽ പ്രവേശിക്കുന്ന ശിഷ്യർ കാണുന്നത് കച്ചയും തൂവാലയുമാണ്. അത് കണ്ടപ്പോൾ അവർ വിശ്വസിച്ചുവെന്നാണ് തിരുവചനം പറയുക. നിന്റെ ജീവിതത്തിലും നിനക്ക് കാണാനാവുന്നത് ചെറിയ ചില അടയാളങ്ങൾ മാത്രമായിരിക്കും. അവ നിനക്ക് ലഭിക്കുന്ന കൈചൂണ്ടലുകളാണ്, സൂചികകളാണ്. അവയിൽ നിന്നും നിനക്ക് ഉദ്ധിതനിൽ നിന്നും നിന്നിലെ ദൈവ സാന്നിധ്യത്തിലും എത്തിച്ചേരാനാവുന്നിടത്താണ് നിന്റെ വിശ്വാസം ബലപ്പെടുന്നത്. അതായത് നമുക്ക് ലഭിക്കുന്ന ചെറിയ ചെറിയ അടയാളങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആ ചൂണ്ടുവിരലുകൾ, ആ സൈൻ ബോർഡുകൾ കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്കും നമ്മുടെ ഉദ്ധിതനിൽ വിശ്വസിക്കുകയും എത്തിച്ചേരുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്രകാരം നമ്മൾ ഈ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിലൂടെ എത്തേണ്ടത് ഇതാണ്: തൻ്റെ ഗുരുവിനെ ഒത്തിരിയധികം സ്നേഹിച്ച ശിഷ്യന്മാരും മഗ്ദലന മറിയത്തിൻ്റെ സ്നേഹത്തെ പോലെ നമ്മളും വിട്ടുപിരിയുവാനായിട്ട് തയ്യാറാകാതെ, ശൂന്യമായ കല്ലറയാണ് കണ്ടതെങ്കിലും എല്ലാവരും പിരിഞ്ഞു പോയിട്ടും മഗ്ദലന മറിയത്തെ പിടിച്ചു നിർത്തിയ ആ വിശ്വാസവും സ്നേഹവും നമ്മുടെ ഉള്ളിലുണ്ടാകുക. ചെറിയ ചെറിയ അടയാളങ്ങൾ നമ്മളിലുള്ളിൽ കാണുമ്പോൾ, ക്രിസ്തു നമ്മളിൽ പ്രേരിപ്പിക്കുമ്പോൾ അവ മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തീയ വിശ്വാസം മുറുകെ പിടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം.